അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളും, ഇക്കാലത്ത് നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ് ആരാധനകൾക്ക് ഇബാദത്തിന്റെ വിഷയത്തിൽ താല്പര്യമില്ലേ ഇല്ല. നിസ്കാരത്തിലേക്ക് കൈകെട്ടിയാലോ അല്ലെങ്കിൽ ദിക്റ് ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ മറ്റു നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതിൽ ടേസ്റ്റില്ല, അതുമാത്രമല്ല ചെയ്യാനും മനസ്സില്ല. എപ്പോഴൊന്ന് നിർത്തി കിട്ടിയാൽ ഈ ചെയ്യുന്ന ആരാധന ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി മനസ്സിങ്ങനെ കുതിക്കുന്നു. അത് ഹൃദയം കടുത്തതിനേക്കുള്ള അലാമത്താണ്. നമ്മുടെ ഹൃദയം കടുത്തുപോയി, അല്ലാഹുമായുള്ള ദൂരം അകലെയാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഈ ചത്തുപോയ ഹൃദയത്തെ ഉണർത്താൻ, നമ്മുടെ ആരാധനകളിൽ നമുക്ക് നല്ല ഉന്മേഷം ലഭിക്കാൻ, ആരാധനകളിൽ നമുക്ക് നല്ല ആവേശം ലഭിക്കാൻ, ചെയ്യുന്ന ഇബാദത്തുകൾ നല്ല ഇഖ്ലാസോടെ ചെയ്യാൻ, നിസ്കാരങ്ങളിലും മറ്റു ദിക്റുകളിലും നമുക്ക് നല്ല ലദ്ദത്ത് ലഭിക്കാൻ, ആവേശം ലഭിക്കാൻ മഹാനായ അഹ്മദുൽ അത്താസ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഇതേ പരാതിയുമായി ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോൾ മഹാനവറുകൾ രാവിലെയും വൈകിട്ടും പ്രഭാത സമയത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം അതേപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും ചൊല്ലാൻ വേണ്ടി 100 തവണ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത ആയത്താണ് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം എന്ന ഈ ഒരു ആയത്തിന് പ്രഭാത സമയത്തും അതേപോലെ തന്നെ വൈകുന്നേരവും 100 തവണ പതിവാക്കാൻ വേണ്ടി മഹാനവറുകൾ നിർദ്ദേശിച്ച മറ്റു അനവധി മഹത്വങ്ങൾ നമുക്ക് ഇതുവഴി ലഭിക്കുന്ന അത്ഭുത ആയത്ത് എല്ലാവരും പകർത്തുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെയ്യുന്ന ഇബാദത്തുകൾ നല്ല ഇഖ്ലാസോടെ നല്ല ആവേശത്തോടു കൂടി ചെയ്യാൻ, റബ്ബുമായുള്ള സാമീപ്യം കരസ്ഥമാക്കാൻ, നമുക്ക് നന്നായി ജീവിക്കാൻ, ഈമാനോടെ ജീവിച്ച് തഖ്വയിലായി ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.